ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 34ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ. ഇന്നൊരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. മക്കൾ സ്കൂളില്ലാത്ത ദിവസം നല്ല ലേറ്റ് ആയിട്ടാണ് എണീക്കുക കേട്ടോ. ഒരു 11 മണിയൊക്കെ, ചിലപ്പോൾ 11:30 ആ ഒരു ടൈമൊക്കെ ആവും ചിലപ്പോൾ എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് അവർക്കിത് പറ്റില്ല. സ്കൂളില്ലെങ്കിൽ കൂടി ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മണിക്ക് ടീച്ചർ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോൾ വേഗം കുത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവരെ ഇഷ്ടമില്ലാതെ എണീച്ചതാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ് ഞാൻ. ചപ്പാത്തിയും പിന്നെ വെള്ളക്കടലുണ്ടല്ലോ, അതാണ് കേട്ടോ കറി. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായിട്ട് അവർ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സുജി ഇന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചില്ല. കാരണം സുജിക്ക് നല്ല എന്താ പറയുക, പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടിപിടി പറഞ്ഞ് കഴിച്ച് പോയതാണ്. അപ്പോൾ അതിനൊപ്പം ഞാൻ ഇരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് സമയം എടുത്ത് സാവധാനം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ സുജി വേഗം ഫുഡ് കഴിച്ച് പോയി. പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ പതുക്കതാ 2 എഗ്ഗ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവർ ടീച്ചർ വരുന്നതിന് മുന്നേ കുറച്ച് നേരം ഗെയിമൊക്കെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് ഇരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ മക്കൾ ട്യൂഷന് ഇരുന്ന സമയത്ത് ഞാൻ പിന്നെ കുറച്ച് എന്താ പറയുക, അധികം സൗണ്ടൊന്നും ഇല്ലാത്തൊരു സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോയിരുന്നു. പിന്നെ മക്കളെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. ഒരു 12:30 12:45 ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജ് കുറച്ച് ദിവസമായിട്ട് ഫുൾ അലമ്പായി കിടക്കുകയാണ്. അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അതിൽ കൂടുതലും ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ ശേഷം അതിന് ബാക്കിയുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം നമ്മൾ ഉപയോഗിച്ചു, ഇനി ബാക്കിയുള്ളത് ഇനി കളയാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടു. സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഈ വീക്ക്ലി അല്ലെങ്കിൽ എന്താ പറയുക 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ആകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വൃത്തികേടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് കൊണ്ട് അടിപിടിയായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ഇതാ ആര്യൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ട് മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത്. അങ്ങനെ അതും ഫ്രിഡ്ജ് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഫ്രീസറിലേക്ക് ഞാൻ കടന്നുണ്ട്. കുറേ ഐസ് ക്യൂബ് ഉണ്ട് കേട്ടോ. അന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വെച്ചതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ ഏറ്റവും മുകളിലേക്ക് അങ്ങനെ വെച്ചു. പിന്നെ കുറച്ച് മിഠായി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മക്കളെ കൊണ്ട്, അവരുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് തീർക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഇങ്ങനെ അവിടെയും ഇവിടെയും ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കഴിച്ചോളൂ, ഇനി അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് അതിലും വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പുറത്തെ ഫ്രിഡ്ജിൽ അന്ന് ഒഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനല്ല, അങ്ങനെ ഉപയോഗിക്കണവർ അങ്ങനെ അങ്ങോട്ട് വെച്ചതാണ്. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതൊക്കെ വേണ്ടതൊക്കെ ഒഴിവാക്കി, വേണ്ടാത്തത് ഒഴിവാക്കി വേണ്ടതൊക്കെ അവിടെ തന്നെ നീറ്റാക്കിയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. മക്കളെ സാധനങ്ങളാണ് അതിൽ അധികം ഉണ്ടാവുക. അതായത് അവർക്ക് ഈ ബർഗർ പാറ്റി ഉണ്ടാവും, പിന്നെ സോസേജസ്, പിന്നെ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ പോപ്കോൺ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ അങ്ങനത്തത്. പിന്നെ കോൺ ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ആക്കിയിട്ട് ഈ കോൺ കഴിക്കണം. അപ്പോൾ അതങ്ങനെ വാങ്ങി വെക്കും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതൊന്ന് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം ആ തലേന്ന് സുജി കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്നാക്സ് കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ എപ്പോഴും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ബോക്സിലാക്കി വെച്ചാലല്ലേ എല്ലാവരും കഴിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ആ കവർ തന്നെ വെച്ചാൽ അത് പിന്നെ കേടായി പോയിട്ട് എല്ലാവരും കാണുള്ളൂ. അപ്പോൾ ഇതാ കുഴലപ്പായിരുന്നു കേട്ടോ. ഞാൻ ആ ബോക്സിലിട്ടപ്പോൾ അതിൻ്റെ നീളം കൊണ്ട് അതങ്ങോട്ട് അടയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഷ്ടപ്പെട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറേ ഉണ്ട്. പിന്നെ അച്ചപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അച്ചപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. അച്ചപ്പം ഞാൻ കൺട്രോൾ ചെയ്തു. അപ്പോൾ അതും അതിലേക്ക് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഓരോന്ന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചാൽ ആ അടുക്കി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. പക്ഷെ അതിലേക്ക് കൊള്ളാത്ത ഒന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്താ പറയുക, അത് കഴിച്ചോളുമല്ലോ. ഇനിയിപ്പോൾ ആ ഒന്നിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം തപ്പിയെടുക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ.
അതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് കടല ഉണ്ടായിരുന്നു. ഈ കടലയാണ് ഇപ്പോൾ എനിക്കിതിലാകെ തിന്നാൻ പറ്റിയൊരു സാധനം കേട്ടോ. അതിനെ നമുക്ക് ഓവർ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്കാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഈ നുറുക്ക് പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ്. അതിവിടെ എൻ്റെ ആര്യനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്ന് ഒരു ദിവസം ഇത് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ അടി ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്തിട്ട് മര്യാദയ്ക്ക് കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനത് കഴിക്കണുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതും കഴിച്ചിട്ടില്ല കേട്ടോ. അത് ചെറിയൊരു മധുരമാണ് ഉണ്ടാവുക, ഓറും മധുരമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇതിനെന്താ പറയുക, 6 നമ്പർ അങ്ങനെ എന്തോ അല്ലേ പറയാം, അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു പാത്രം പോലെ 2 പാത്രം വേണം. അപ്പോൾ കുത്തി നിറച്ച് വെക്കാണ് കേട്ടോ. അതിൽ 2 പാത്രത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ തട്ടി അങ്ങനെ 2 പാത്രത്തിലേക്കായിട്ട് കഷ്ടപ്പെട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നിൻ്റെ പകുതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കുമല്ലോ അങ്ങനെ. പിന്നെ എന്താ പറയുക, ഇവിടെ എപ്പോഴും ഗസ്റ്റും ഉണ്ടാവും കേട്ടോ, സുജിൻ്റെ ഫ്രണ്ട്സായിട്ടും അങ്ങനെയൊക്കെ എപ്പോഴും ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ തീരാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സമാധാനമാണ്. അങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, അത് തീർന്ന് കിട്ടും ചെയ്യും. പിന്നെ അതിൻ്റെ 2 കവറുകൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാവുക വെച്ചാൽ കവർ ഞാൻ എടുത്തു വെച്ചു. ബാക്കി ഈ സ്നാക്കിൻ്റെ കവറുകളൊക്കെ ഞാനെടുത്ത് എന്താക്കി കൊണ്ടുപോയി പ്ലാസ്റ്റിക് വെക്കണോടത്ത് വെച്ചു കേട്ടോ. പിന്നെ മാസത്തിലൊരിക്കൽ കൊണ്ടുപോകുമല്ലോ അങ്ങനെ. പിന്നെ ഈവനിങ് ആയപ്പോൾ സുജി ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു കുറച്ച് ചട്ടിപ്പത്തിരി, മുട്ട സുർക്ക, പിന്നെ എന്താണ് കുമ്പളപ്പം, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ചായ ഉണ്ടാക്കി അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മുട്ടമാലയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോൾ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ഉണ്ടാവാഞ്ഞത്. പിന്നെ മക്കൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ആര്യന് ഗിഫ്റ്റ് കിട്ടിയ സാധനം റെയിനുമാണ് എടുത്ത് കളിക്കുന്നത് കേട്ടോ. ആര്യന് ഒരു ഇൻട്രസ്റ്റും ഈ ഒരു സംഭവത്തിനോട് തോന്നുന്നില്ല. പിന്നെ മക്കൾക്ക് ഒരാൾക്ക് ചപ്പാത്തി കൊടുക്കുന്നുണ്ട്, ഒരാൾക്ക് ചോറും കൊടുക്കുന്നുണ്ട്, 2 ആൾക്കും ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. അതിലുള്ള ബീഫാണ് ഞാൻ രാത്രി കഴിച്ചത് കേട്ടോ. ഇന്ന് ബീഫ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻലി ഞാൻ ഇന്ന് വെള്ളമാണ് മെയിനായിട്ട് കുടിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകി ഞാൻ സമാധാനമായിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. സുജി വന്നിട്ടില്ല, 12:30 മണിയായി. സുജിക്ക് നല്ല തിരക്കാണ്, കുറച്ചേരം കൂടി ഒരു 1:30 മണിയൊക്കെ ആവും വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുവരെ കുറച്ച് പുസ്തകമൊക്കെ വായിച്ചിരിക്കുക, ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മക്കളവിടെ പപ്പ വന്നിട്ടേ കിടക്കണുള്ളൂ, നാളെ സൺഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.